നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണ പ്രവൃത്തി തടഞ്ഞ് വീണ്ടും സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം. എസ്റ്റിമേറ്റിലെ പ്രവൃത്തികൾ നടപ്പിലാക്കിയില്ലെന്നാരോപിച്ച് സമരസമിതി തൃക്കുളം റോഡിൽ പ്രവൃത്തികൾ തടയുകയായിരുന്നു. ഡ്രൈനേജ് നിർമ്മാണവും റോഡ് വീതി കൂട്ടലും നടപ്പിലാക്കാതെ ടാറിംഗ് പ്രവൃത്തി മാത്രം പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. പ്രതിഷേധത്തെ തുടർന്ന് നവീകരണ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണത്തിൽ ഉൾപ്പെട്ട ഡ്രൈനേജ് നിർമ്മാണവും റോഡ് വീതി കൂട്ടലും നടപ്പിലാക്കാതെ ടാറിംഗ് പ്രവൃത്തികൾ മാത്രം പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയാണ് സംയുക്ത സമരസമിതി വീണ്ടും രംഗത്തെത്തിയത്. തൃക്കുളം അമ്പലപ്പടി റോഡിൽ പ്രവർത്തികൾ സമരസമിതി അംഗങ്ങളെത്തി തടയുകയായിരുന്നു. എസ്റ്റിമേറ്റിലെ 12 മീറ്റർ റോഡ് വീതി കൂട്ടലും ഡ്രെയിനേജ് നിർമ്മാണവും നടപ്പിലാക്കാതെ ടാറിംഗ് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. തിരൂരങ്ങാടി പോലീസ് എത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താൻ ധാരണയായതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് നവീകരണ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിലുള്ള റോഡിന് യാതൊരു കേടുപാടും ഇല്ലാണ്ടിരിക്കെ അതിൻ്റെ മേലെ ഒരു ഉപരിതലം പുതുക്കിപ്പണിയുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ ഈ PWD ഉദ്യോഗസ്ഥർ ചെയ്തു വരുന്നത്. ഈ ഡ്രെയിനേജുകൾ നിർമ്മിക്കാതെ ഈ BC വർക്ക് ചെയ്യുന്നത് വഴി നാളെ ഈ റോഡുകൾ പൊട്ടിപ്പൊളിയാനും സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിലും ഈ രീതിയിൽ റോഡ് വർക്ക് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കറി ചെയ്യേണ്ട ഭാഗങ്ങൾ സർവേ സ്കെച്ച് ലഭ്യമായിട്ടും മാസങ്ങളായിട്ട് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരിൽ നിന്ന് പണം പറ്റി അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാടാണ് PWD ഉദ്യോഗസ്ഥർ ചെയ്തു വരുന്നത്. 375 കോടി രൂപ ചിലവിൽ 4 വർഷം മുമ്പ് ആരംഭിച്ച റോഡ് നവീകരണ പദ്ധതിയിൽ ചെമ്മാട് മുതൽ കക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലും കയ്യേറ്റം ഒഴിപ്പിക്കലും പൂർത്തിയായിട്ടില്ല. ഇത്തരം നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ആരോപിച്ച് മുൻപ് കക്കാട് റോഡിലും സമരസമിതി പ്രവൃത്തി തടഞ്ഞിരുന്നു. ഇതിനുശേഷം കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ മുൻപ് അറിയിച്ചിരുന്നെങ്കിലും മാസങ്ങൾക്ക് ശേഷം ടാറിംഗ് പ്രവൃത്തി മാത്രം നടപ്പിലാക്കാൻ അധികൃതരും കരാറുകാരും രംഗത്തെത്തുകയായിരുന്നു. MP സ്വാലിഹ് തങ്ങൾ, റഹീം, യാസീൻ, റഫീഖ്, മുജീബ്, നാസർ തുടങ്ങിയവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. CTV ന്യൂസ്, തിരൂരങ്ങാടി.